ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു, കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. 2, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന തെറ്റുകൾക്ക് വേണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തൊഴിലുറപ്പിലെയും മറ്റ് പ്രദേശത്തെയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എടുത്തൊരു സിനിമ പോലും പൊളിറ്റിക്കൽ സ്വഭാവമുള്ള സിനിമയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആര് ബിഗ് ബോസ് എന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി എന്നെ സഹായിച്ച ഒരു ഷോ മാത്രമാണ്. ഈ പെട്ടി ഓട്ടർഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. ഇവർക്ക് എന്നെ ഭയമാണ്. അഖിൽമാരാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ മത്സരിച്ചാലോ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള ഭയമാണ് ഇവരുടെ മെയിൻ അടിസ്ഥാനപരമായ കാരണം. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. A few moments later. ഇതൊക്കെ എന്ത് കണ്ടിട്ട് ബിഗ് ബോസിൽ ഇജാട് ജയിച്ചു, എനിക്ക് മറ്റേ ആപ്പിൽ കുറെ വോട്ട് ഇട്ട് അടിച്ച് ജയിച്ചെഴുതിട്ട് എന്താ കരുതി നിന്ന നിൽപ്പില് മാർഗണ്ട് ചാറിന് എനിക്കൊക്കെ ആരെ വോട്ട് ചെയ്യാ? ആകെ ചളവായി. ബിഗ് ബോസിൽ ജയിച്ചു, വലിയ വിന്നറായി, വലിയ സെറ്റപ്പായി എഴുതിയാണ്ട് അനക്കെല്ലാരും ഇതേപോലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നതാണ്. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. ഞാൻ എനിക്ക് ബിഗ് ബോസിൽ കുറെ വോട്ട് ചെയ്തതിനു അന്നൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞാൻ അതേപോലെ ഇങ്ങനത്തെ കണ്ടന്റുകൾ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അന്നൊക്കെ എന്ത് കണ്ടിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുക? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നിന്ന നിപ്പില് അപ്പ കാണുന്നവൻ അപ്പ പറയുന്ന സ്വഭാവമാണ് എനിക്ക്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയതേട്ടാ. ജോസിനെ കാറ്റുകൊള്ളട്ടെ.